ഹലോ എവരിവൺ. അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മുടി സ്റ്റൈൽ ചെയ്തതും സെഫോറയിൽ പോയി മേക്കപ്പ് ട്രൈ ചെയ്തതൊക്കെ ഇന്നത്തെ ഈ ദിവസത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ കമ്പനി ഓർഗനൈസ് ചെയ്യുന്ന ഒരു ക്രിസ്മസ് ഡിന്നറായിരുന്നു. ഈവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6:30-ക്കാണ്. പക്ഷേ ഞങ്ങൾ ഫുൾ ഔട്ട്ഫിറ്റിൽ നേരത്തെ ഇറങ്ങി ഒരു ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിങ്ങിന് വേണ്ടി അടുത്തുള്ള മോളിലേക്ക് ചെന്നപ്പോൾ ലക്കിലി ഇന്ന് സാന്റാക്ലോസിൻ്റെ മീറ്റ് ആൻഡ് ഗ്രീറ്റ് സെക്ഷൻ ഉണ്ടായിരുന്നു. വാട്ട് വുഡ് യു വാണ്ട് ഫോർ ക്രിസ്മസ് എന്ന് സാന്റാക്ലോസ് ചോദിച്ചപ്പോൾ ഐ ഹവ് ഓൾറെഡി ഗോട്ട് ഹിം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അപ്പോഴാണ് എൻ്റെ റിംഗ് ഫിംഗറിൽ റിങ് കാണുന്നില്ലല്ലോ എന്ന് സാന്റാക്ലോസ് തിരിച്ചു ചോദിച്ചത്. അപ്പം ഞാനൊന്ന് ചമ്മി, കാരണം ഞാൻ വെഡ്ഡിങ് റിംഗ് എടുക്കാമെന്ന് മറന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൂവീസിലൊക്കെ സാന്റാക്ലോസിനെ കാണുന്ന പോലെ തന്നെയായിരുന്നു. നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു ആ പൂപ്പനെ. അങ്ങനെ ആളുടെ ഒപ്പം ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ടൈം നോക്കിയപ്പോൾ 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, മോളിൽ നിന്ന് ഇറങ്ങി നേരെ ഇവൻ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് വിട്ടു. കനാഡ നോർത്തിലുള്ള ബ്രൂക്ക് സ്ട്രീറ്റ് ഹോട്ടലിലാണ് ഇവൻ്റ് നടക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 16 മിനിറ്റ്സിൻ്റെ ഡ്രൈവ് ഉള്ളൂ അങ്ങോട്ട്. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 6:30, 6:45 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ സ്ഥലത്തെത്തി. ഞങ്ങൾക്ക് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ആയിരുന്നു. അങ്ങനെ അവിടെ കാറൊക്കെ പാർക്ക് ചെയ്ത് ലിഫ്റ്റ് എടുത്ത് ഞങ്ങൾ 2nd ഫ്ലോറിലേക്ക് പോയി. അവിടെയാണ് ഇവരുടെ കമ്പനിയുടെ ഇവൻ്റ് നടക്കുന്നത്. ആക്ച്വലി ആ ഹോട്ടലിൽ അന്നത്തെ ദിവസം ഒരു 3 കമ്പനി ഇവൻ്റെങ്കിലും നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ കമ്പനി ഇവൻ്റ് നടക്കുന്ന പ്ലേസ് കണ്ടുപിടിക്കാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടി. പക്ഷെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അവിടെ ഇവിടെയൊക്കെ സൈൻ ബോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ കാഴ്ച അടിപൊളിയായിരുന്നു. ഇവരുടെ കമ്പനിയിലുള്ള ഇവൻറ്റ് കോർഡിനേറ്റേഴ്സ് അവിടുത്തെ പ്ലേസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് പേര് നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. യൂഷ്വലി ഇങ്ങനത്തെ കോർപ്പറേറ്റ് ഇവൻറ്റ്സിന് എംപ്ലോയീസിന് അവരെ പാർട്ട്നേഴ്സിനെ കൂടി കൊണ്ടുവരാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ പാർട്ട്നേഴ്സ് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നമ്മൾക്ക് പോകാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുക, പാർട്ട്നേഴ്സിൻ്റെ കൊളീഗ്സിനെ മീറ്റ് ചെയ്യുക, അവരെല്ലാവരുമായിട്ടൊരു ബ്യൂട്ടിഫുൾ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതൊക്കെ വളരെ അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളാണ്. ഫംഗ്ഷൻ നടക്കുന്ന ഹാളിൻ്റെ അകത്തും പുറത്തും ഫ്രീ ഡ്രിങ്ക്സ് അവർ സെർവ് ചെയ്തിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഡ്രിങ്ക്സ് കുടിക്കാം, ഇഷ്ടമുള്ള അത്രയും കുടിക്കാം. ഓരോ ഗ്രൂപ്പിനും ഇൻഡിവിജ്വൽ ടേബിൾ നമ്പേഴ്സും സെറ്റ് ചെയ്തിരുന്നു. നമ്മുടെ സീറ്റിന് മുന്നിൽ നമ്മുടെ പേരും നമുക്ക് സെർവ് ചെയ്യേണ്ട ഭക്ഷണവും കൊടുത്തിരുന്നു. ഞാൻ ഫിഷായിരുന്നു ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈവൻറ്റ് ഹാളിൻ്റെ തൊട്ടടുത്ത് ഫിറ്റ് റൂം ഉണ്ടായതുകൊണ്ട് ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തു. ഈ ഡ്രസ്സ് എടുത്ത ടൈമിൽ ഇതിൻ്റെ ലെങ്ത്ത് ഭയങ്കര കൂടുതലായിരുന്നു. തൊട്ടടുത്തുള്ള സ്റ്റിച്ചിങ് സെൻറ്ററിൽ ഇത് കൊണ്ടു കൊടുത്തപ്പോൾ ഡ്രസ്സിൻ്റെ വിലയുടെ പകുതിയായി അതിൻ്റെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. സെർവ് ചെയ്ത ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഫുഡ് മാത്രമല്ല, അവിടുത്തെ ഹോൾ ആംബിയൻസും കൊള്ളായിരുന്നു. ഒരുപാട് പാട്ട് അവർ വെക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പാട്ടൊക്കെ 80s 70s പാട്ടൊക്കെ അവർ വെച്ചിരുന്നു. കാരണം വെച്ച ഒരു പാട്ട് പോലും എനിക്കറിയുന്നുണ്ടായിരുന്നില്ല. ആൻഡ് അവിടെ തന്നെ ഒരു ഫോട്ടോ ബൂത്ത് ഉണ്ടായിരുന്നു. അവിടെ നിന്നെടുത്ത ഫോട്ടോസാണ് ഈ കാണുന്നത്. അവിടെ ഉദയയുടെ കൊളീഗ്സായിട്ട് ഞങ്ങൾ ഒന്നിച്ച് ഫോട്ടോസ് എടുത്തു. പ്ലസ് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചും ഫോട്ടോസ് എടുത്തു. നല്ല രസമുണ്ടായിരുന്നു ഇതൊക്കെ കാണാനായിട്ട്. എല്ലാതും ഡിജിറ്റൽ കോപ്പീസ് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ ഇത് 3 കോപ്പീസാണ് ഇപ്പോൾ കയ്യിലുള്ളത്. കൊളീഗ്സിൻ്റെ ഒപ്പം ഞങ്ങൾ ഒന്നിച്ചെടുത്ത ഫോട്ടോസും പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രം എടുത്ത ഫോട്ടോസും. ആ ഫോട്ടോ ബൂത്ത് ആ ഒരു സെഷൻ വെച്ചത് സംഘടിപ്പിച്ചത് ആ ഐഡിയ കൊള്ളായിരുന്നു. ഇവരുടെ ഓർഗനൈസേഷൻ്റെ മെയിൻ ആൾക്കാരൊക്കെ അപ്പുറത്ത് നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ ഇയർലി കാര്യങ്ങളും ബാക്കി റിപ്പോർട്ട്സും അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. ദെൻ ഞങ്ങളത് കഴിഞ്ഞ് നേരെ പോയത് ഡാൻസ് ഫ്ലോറിലേക്കാണ്. അവിടെ ഒരുപാട് പാട്ടുകളൊക്കെ വെച്ച് ആൾക്കാരെല്ലാവരും ഒരുമിച്ച് നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ഒരു സെപ്പറേഷൻ ഉണ്ടായിരുന്നില്ല. അതായത് കമ്പനി എംപ്ലോയി ആണ്, എംപ്ലോയിയുടെ പാർട്ട്ണറാണെന്നുള്ള സെപ്പറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടലും ഡാൻസ് കളിക്കലൊക്കെ ആയിരുന്നു. സോ ഗൈസ്, നമ്മളിന്നത്തെ ദിവസത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിപാടി നൈസായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല ഫുഡായിരുന്നു, നല്ല പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പം
യു കർട്ടിസ് റൈഡ് കോർപ്പറേഷൻ ഫോർ ദിസ് വണ്ടർഫുൾ ഇവന്റ്. എന്തെങ്കിലും പറയാനുണ്ടോ? ഗുഡ് നൈറ്റ്. അതെ, ഗുഡ് നൈറ്റ്. അപ്പോൾ അടുത്ത വീഡിയോ വരെ കാണുമ്പോഴേക്കും